വിശ്വാസത്തിന്റെ വാതിൽ. നടത്തണേ. ആമേൻ. ഈശോയ്ക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, വിശ്വാസത്തിൻ്റെ വാതിൽ എന്ന ഈ ശുശ്രൂഷയിലൂടെ നമ്മൾ തീർത്ഥാടനം ചെയ്യുകയാണ്. വിശ്വാസത്തിൻ്റെ വഴികളിലേക്ക് കൂടുതൽ ആഴത്തിൽ നമ്മൾ യാത്ര ചെയ്യുകയാണ്. വിശ്വാസത്തെക്കുറിച്ച് വില്യം ബാർക്ലെ എന്ന ദൈവശാസ്ത്രജ്ഞൻ, വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാതാവ് നൽകുന്ന ഒരു ഉൾക്കാഴ്ച എന്നെപ്പോഴും ഹഠാത് ആകർഷിച്ചിട്ടുണ്ട്. സാധാരണ വൈദികരെ ഞായറാഴ്ചകളിലെ പ്രസംഗങ്ങളൊക്കെ ഒരുങ്ങാൻ ഉപയോഗിക്കുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വ്യാഖ്യാന ഗ്രന്ഥമാണ് വില്യം ബാർക്ലെയുടെ വ്യാഖ്യാന ഗ്രന്ഥം. ഈ പുസ്തകം വൈദിക ജീവിതത്തിലെ ഒരു സന്തത സഹചാരിയാണ്. ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ വിശ്വാസം എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ വില്യം ബാർക്ലെ ഉപയോഗിക്കുന്ന ഒരു പ്രാസപ്രയോഗമുണ്ട്. അദ്ദേഹം പറയാണ്, ഇറ്റ് ഈസ് എ പ്രയർ ടു സീ ജീസസ് മോർ ക്ലിയർലി, to love Jesus more dearly, to follow Jesus more nearly. അദ്ദേഹം പറയുകയാണ്, വിശ്വാസം എന്ന് പറയുന്നൊരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയുടെ ഉള്ളടക്കം എന്താണ്? കർത്താവിനെ കൂടുതൽ ഉൾക്കാഴ്ചയോടെ കാണാനുള്ള അനുഗ്രഹത്തിനായിട്ട്, കർത്താവിൻ്റെ സ്നേഹം കൂടുതൽ ഹൃദ്യതയോടുകൂടി ആസ്വദിക്കാനുള്ള കൃപയ്ക്കായിട്ട്, കർത്താവിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യാനുള്ള, അനുഗമിക്കാനുള്ള വലിയ പ്രസാദവരത്തിന് വേണ്ടി. ഒരുപക്ഷെ വിശ്വാസത്തിൻ്റെ ഈ തീർത്ഥാടനം വിശ്വാസത്തിൻ്റെ ആഴപ്പെടലിലേക്ക് നമ്മെ നയിക്കണം. ടു സീ ജീസസ് മോർ ക്ലിയർലി. വിശ്വാസം എന്ന് പറയുന്നത് കർത്താവിനെ കൃത്യമായിട്ട് കാഴ്ചപ്പാടോടുകൂടെ കാണാനുള്ള ദൈവത്തിൻ്റെ കൃപയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 10-ാമത്തെ അധ്യായത്തിലെ 46 തുടങ്ങി 52 വരെയുള്ള തിരുവചനങ്ങൾ ബാർത്തിമേയുസിൻ്റെ കഥയാണ് നമ്മളോട് വിവരിക്കുന്നത്. ബാർത്തിമേയുസിൻ്റെ കഥയിലെ കഥാപാത്രം അന്ധനാണ്. അവൻ വഴിയരികിലെ യാചിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഔദാര്യം കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. കാൽപ്പെരുമാറ്റം കണ്ട്, ജനങ്ങളുടെ സഞ്ചാരത്തിൻ്റെ ബാഹുല്യം കണ്ട് ബാർത്തിമേയുസ് അന്വേഷിക്കുകയാണ്, ആരാണ് കടന്നു പോകുന്നത്? നസ്രായനായ ഈശോയാണ് കടന്നു പോകുന്നത് എന്ന് അവൻ കേട്ടപ്പോൾ അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ച് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ഒരുപക്ഷെ ആ വാക്കുകളുടെ ഉള്ളിൽ അവൻ ഒളിച്ചു വയ്ക്കുന്ന ഒരാഗ്രഹമുണ്ട്, കനിവിൻ്റെ ഉറവ. വിശ്വാസം ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്നുള്ള എൻ്റെ മനസ്സിൻ്റെ ഉറപ്പാണ്. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടിയുള്ള, ദൈവത്തിൻ്റെ കരുതലിന് വേണ്ടിയുള്ള എൻ്റെ മനസ്സിൻ്റെ മോഹമാണ്. ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എൻ്റെ മേൽ കരുണ കാണിക്കണമേ, എന്നോട് കനിവ് കാണിക്കണമേ. പലരും അവനെ തടസ്സപ്പെടുത്തി. ഈ യാചകൻ ഒച്ചസ്വരത്തിൽ വിളിച്ചു കൂവുന്നത് ഇഷ്ടപ്പെടാത്ത പലരും അവനെ തടയുന്നുണ്ട്. പക്ഷേ കർത്താവ് അവിടെ നിന്നു, അവനെ വിളിച്ചു. കർത്താവ് അവനെ വിളിച്ചു. യേശു നിന്നെ വിളിക്കുന്നുവെന്ന് ആളുകൾ പറഞ്ഞപ്പോൾ അവൻ മേലങ്കി വലിച്ചെറിഞ്ഞ് ചാടി എഴുന്നേറ്റ് കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടിയെടുക്കുന്നുണ്ട്. കർത്താവ് അവനെ സ്പർശിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അവൻ പറഞ്ഞ വാക്കുകൾ ഒരുപക്ഷെ വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. കർത്താവെ, എനിക്ക് വീണ്ടും കാഴ്ച കിട്ടണം. കർത്താവെ, എനിക്ക് വീണ്ടും കാഴ്ച കിട്ടണം. സ്നേഹമുള്ള
എൻ്റെ സഹോദരങ്ങളെ, കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള മനുഷ്യൻ്റെ അന്വേഷണമാണ് വിശ്വാസം. കാഴ്ച കിട്ടാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹമാണ് വിശ്വാസം. ഈ കാഴ്ച എന്ന് പറയുന്നത് കണ്ണുകളുടെ ബാഹ്യമായ കാഴ്ചയല്ല. ഞാൻ കാണുന്ന ബാഹ്യമായ രൂപങ്ങൾ മാത്രമല്ല. ഒരുപക്ഷെ അവൻ ആഗ്രഹിച്ചത്, വീണ്ടും കാണണമെന്ന വാക്കുകളിലെ അവൻ പ്രകടിപ്പിച്ച ആഗ്രഹം എന്താണെന്നറിയാമോ? ദൈവം അവന് കാഴ്ചപ്പാട് കൊടുക്കണം. ദൈവത്തെ കാണാനുള്ള വലിയ കാഴ്ചപ്പാടിന് വേണ്ടിയിട്ടാണ് അവൻ പ്രാർത്ഥിച്ചത്. സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ, വിശ്വാസം എന്ന് പറയുന്നത് കാഴ്ചയിൽ നിന്ന് കാഴ്ചപ്പാടിലേക്കുള്ള വലിയ വളർച്ചയാണ്. ഞാൻ കാണുന്ന എൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾക്ക് പിറകിലെ ദൈവം എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാനുള്ള എൻ്റെ കഴിവാണ് കാഴ്ചപ്പാട്. കാഴ്ചയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഈ അന്ധയാചകൻ ബർത്തിമേവൂസ് പറയുന്നു, എനിക്ക് കാഴ്ചപ്പാട് വേണം. പലപ്പോഴും നമുക്ക് വിശ്വാസത്തിലെ വരൾച്ചയും വിരൾച്ചയും അനുഭവപ്പെടുന്നത് വിശ്വാസം കാഴ്ചപ്പാടാകാത്തത് കൊണ്ടാണ്. വിശ്വാസം ഒരു കാഴ്ചപ്പാടിലേക്ക് വളരാതെ എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത് അറിവിനേക്കാൾ കൂടുതൽ തിരിച്ചറിവാണ്. എൻ്റെ ദൈവത്തെ ഞാൻ തിരിച്ചറിയുന്നതാണ് വിശ്വാസം. ലൂക്കായുടെ സുവിശേഷത്തിലെ 19-ാമത്തെ അധ്യായത്തിലെ സക്കേവൂസിൻ്റെ വലിയ മാനസാന്തരത്തിൻ്റെ കഥ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടുണ്ട്. അവൻ സിക്കമൂർ മരത്തിൽ കയറി കർത്താവിനെ കാണാൻ കാത്തിരുന്നവനാണ്. കർത്താവിനെ കണ്ട് ആളുകൾ ആ വഴി വിടുമ്പോൾ മരത്തിൽ താഴെ ഇറങ്ങി തൻ്റെ പൂട്ടിയിട്ട ചുങ്കസ്ഥലത്തേക്ക് തിരിച്ചുപോയി നഷ്ടപ്പെട്ട കച്ചവടം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിച്ച് സിക്കമൂർ മരത്തിൽ കാത്തിരുന്നവനാണ് അവൻ. പക്ഷേ കർത്താവ് അവനെ വിളിക്കുകയാണ്, നീ താഴോട്ടിറങ്ങുക. ബർത്തിമേവൂസിനെ വിളിച്ചതുപോലെ കർത്താവ് സക്കേവൂസിനെ താഴോട്ട് വിളിക്കുകയാണ്. താഴോട്ട് ഇറങ്ങുന്ന സക്കേവൂസ് പിന്നെ ജീവിതത്തിലെ ഒരു പുതിയ സദ്വാർത്ത കേൾക്കുന്നു. കർത്താവ് പറയുന്നു, ഇന്ന് ഞാൻ നിന്നോട് കൂടെ നിൻ്റെ ഭവനത്തിൽ വിരുന്നുകാരനായി കൂട്ടുകാരനായിട്ട് താമസിക്കാൻ വരികയാണ്. അതവന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരിക്കലും അവനത് പ്രതീക്ഷിച്ചിട്ടില്ല, ഒരിക്കലും അവൻ അത് ആഗ്രഹിച്ചിട്ടില്ല. അവൻ ആഗ്രഹിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ ഒരു അനുഭവമാണത്. ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ നിന്നോടൊത്ത് വിരുന്നുകാരനായിട്ട് കൂട്ടുകാരനായിട്ട് ഞാൻ വരികയാണ്. കർത്താവിനെയും കൊണ്ട് സക്കേവൂസ് തൻ്റെ ഭവനത്തിൽ കയറി ചെല്ലുന്നു. അവിടെ വെച്ച് കാഴ്ചപ്പാടാകുകയാണ്. സക്കേവൂസ് എന്തു മാറ്റം സംഭവിക്കുന്നത്, സക്കേവൂസിൻ്റെ ജീവിതത്തിൽ എന്ത് തിരിച്ചറിവുണ്ടാകുന്നത്. അവൻ പറയുന്നു, കർത്താവേ, ഞാൻ ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിന് 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നു. ഞാൻ ആരുടെയെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും അന്യായമായിട്ട് സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഞാൻ തിരിച്ചു കൊടുക്കുന്നു കർത്താവേ. 1 എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ 4 എണ്ണം. ഒരുപക്ഷേ അവൻ ജീവിതത്തിൽ തിരിച്ചറിവിലേക്ക് വരുന്ന വഴികൾ നിങ്ങൾ നോക്കൂ. പിന്നെ അവൻ പറയുകയാണ്, കർത്താവേ, ഇനിയും ബാക്കിയുണ്ട്, ഇനി ഒരുപാട് ബാക്കിയുണ്ട്. ഞാൻ എൻ്റെ സ്വത്തുവകയിലെ പകുതി ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു. എൻ്റെ സ്വത്തുവകയിലെ പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു. അവിടെ അവനെ നോക്കിയിട്ട് കർത്താവ് കരം പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. കാണാൻ ആഗ്രഹിച്ച സക്കേവൂസ് സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങിയത് കാഴ്ചപ്പാടിലേക്കുള്ള തീർത്ഥാടനമാണ്. അവൻ്റെ ജീവിതത്തിലെ തിരിച്ചറിവാണ്. അവനൊരു പുതിയ ബോധോദയം ഉണ്ടായി. അവനുള്ളത് മുഴുവൻ ദൈവത്തിനെ സമ്മാനിക്കുന്നില്ലെങ്കിൽ
അവൻ്റെ ജീവിതം വ്യർത്ഥമാണെന്ന് അവൻ തിരിച്ചറിയുകയാണ്. പലപ്പോഴും നമുക്ക് വിശ്വാസമെന്ന് പറയുന്നത് കാഴ്ചയിൽ മാത്രം ഒതുങ്ങുകയാണ്. അത് കാഴ്ചപ്പാടിലേക്ക് വളരുന്നില്ലെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ പരാധീനതയും പരിമിതിയും. നമ്മുടെ വിശ്വാസം കാഴ്ചയിൽ നിന്ന് കാഴ്ചപ്പാടിലേക്കുള്ള വലിയ തീർത്ഥാടനമായിട്ട് മാറണം. അപ്പോഴാണ് നമുക്ക് ചുറ്റും ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നത്. സക്കേവൂസിൻ്റെ സ്വത്തുവകകളിലൊക്കെ കർത്താവ് ഉണ്ടെന്ന് അന്ന് സക്കേവൂസ് തിരിച്ചറിഞ്ഞു. എനിക്ക് പരിചയമുള്ള വളരെ ധനാഢ്യനായിട്ടുള്ളൊരു മനുഷ്യൻ്റെ കഥ ഞാൻ ഓർക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത് അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിന് ശേഷം. അദ്ദേഹത്തിൻ്റെ മാനസാന്തരം അദ്ദേഹം എന്നെ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വളരെ ദരിദ്രമായിട്ടുള്ളൊരു കുടുംബത്തിൽ ജനിച്ചൊരു മനുഷ്യനാണ്. കിടപ്പാടമില്ലായിരുന്നു. കടബാധ്യതകളുടെ നടുക്കടലിലാണ് അദ്ദേഹം ജനിച്ചു വീഴുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് കുടുംബം നോക്കാത്ത ഒരു താന്തോന്നിയാണ്. അമ്മ കഷ്ടപ്പെട്ട് ചെയ്യുന്ന കൂലിവേലകൾ കൊണ്ടാണ് കുടുംബം രക്ഷപ്പെട്ടത്. പഠിക്കാൻ ഫീസ് കൊടുക്കാതെ പലപ്പോഴും അദ്ദേഹം ക്ലാസ്സിൽ നിന്ന് ഇറക്കി നിർത്തപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഔദാര്യനിധികളായ ചില ഗുണകാംക്ഷികൾ, ഉപകാരികൾ നൽകിയ പണം കൊണ്ടാണ് അദ്ദേഹം പഠിച്ചു വലുതായത്. അദ്ദേഹത്തിന് നല്ല ജോലി കിട്ടി. പിന്നീട് അദ്ദേഹം ഉന്നത ശ്രേണിയിലെത്തി, വലിയ നിലയ്ക്കെത്തി. അദ്ദേഹം സത്യം പറഞ്ഞാൽ ആ നാട്ടിലെ ഏറ്റവും ധനാഢ്യനായിട്ടുള്ളൊരു മനുഷ്യനായിട്ട് തീർന്നു. പക്ഷേ ഈ മനുഷ്യൻ്റെ ഒരു വലിയ പ്രത്യേകത, അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, പണം വർദ്ധിച്ചപ്പോൾ പിശുക്ക് കൂടി. മുറിച്ചോടത്ത് ഉപ്പ് തേക്കില്ല, ഒരു പൈസ ഒരാൾക്ക് കൊടുക്കില്ല. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിൽ തന്നെ ധാരാളം പേര് ദരിദ്രരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടുകാരിൽ ധാരാളം പേര് അവശതയിലും ആവശ്യത്തിലും കഴിയുന്നവരാണ്. അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടിൽ നാട്ടിലെ ധാരാളം ആളുകൾ കണ്ണുനീരിൻ്റെ നീർക്കയത്തിൽ ജീവിച്ചിരുന്നവരാണ്. പക്ഷേ ഈ മനുഷ്യൻ ആർക്കും ഒന്നും കൊടുക്കില്ല. ഈ മനുഷ്യൻ ഒരിക്കലും ഔദാര്യത്തോടെ പെരുമാറിയില്ല. എന്നാൽ ഇദ്ദേഹം പള്ളിയിൽ പോകുന്നതിൽ ഒരു കുറവില്ല. അദ്ദേഹം ധാരാളം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരിക്കലും തൻ്റെ സ്വത്തിൻ്റെ പിറകിൽ തമ്പുരാനുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് ഇല്ലായിരുന്നു. അദ്ദേഹത്തിന് ഗുരുതരമായിട്ടുള്ള രോഗങ്ങളായി. നട്ടലിൽ കഴപ്പ് കാരണം ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിന് എന്നും നെഞ്ചത്ത് ഭയങ്കര വേദനയാണ്. വിദഗ്ധ ചികിത്സകൾക്ക് വേണ്ടി അദ്ദേഹം കയറി ഇറങ്ങാത്ത ആസ്പത്രികളില്ല, കാണാത്ത ഡോക്ടർമാരില്ല, പ്രയോഗിക്കാത്ത ചികിത്സാവിധികളില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഗുരുതരമായിട്ടുള്ള രോഗങ്ങളാണ്. ഗർഭാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, നടക്കാൻ സാധിക്കാത്ത വിധത്തിലെ കാൽമുട്ടുകളിലെ കഴപ്പ്. ഭാര്യയും ഭർത്താവും സ്ഥിരം ആസ്പത്രികളിലും ഡോക്ടർമാർക്കും തീരെഴുതപ്പെട്ടതുപോലെയാണ്. പോകാത്ത സ്ഥലങ്ങളില്ല. മകളെ കെട്ടിച്ചു, അവൾക്ക് മക്കളില്ല. ധാരാളം സ്വത്തുവകകൾ കൊടുത്ത് ധനാഢ്യമായൊരു കുടുംബത്തിലേക്ക് എത്തിച്ചു വിട്ടതാണ്. അഭ്യസ്തവിദ്യനായിട്ടുള്ള ചെറുപ്പക്കാരനാണ് മരുമകൻ, പക്ഷെ മക്കളില്ല. അതുകൊണ്ട് തന്നെ അവൻ മദ്യപാനിയായി. അദ്ദേഹം 2 ആൺമക്കളുണ്ട്, താന്തോന്നികളാണ്. അപ്പനുണ്ടാക്കുന്ന പണം മുഴുവൻ ദുർവ്യയം ചെയ്ത് ധൂർത്തടിച്ച് നടക്കുന്ന ധൂർത്തപുത്രൻ്റെ കഥയിലെ മക്കൾ. അവസാനം ഇദ്ദേഹത്തോട് ആരോ ആവശ്യപ്പെട്ടിട്ട് ഇദ്ദേഹം ധ്യാനം കൂടുകയാണ്. ധ്യാനത്തിൽ ഇദ്ദേഹത്തെ കൗൺസിൽ ചെയ്തൊരു പാവപ്പെട്ട സ്ത്രീ കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് ലൂക്കായുടെ സുവിശേഷത്തിലെ ധനാഢ്യനായ ഭോഷൻ്റെ കഥ എടുത്തു വായിച്ചു. ആ പാവപ്പെട്ട സ്ത്രീക്ക് കണ്ണടച്ച് തുറന്നപ്പോൾ കർത്താവ് കാണിച്ചു കൊടുത്ത ഒരു വചനഭാഗമാണെന്നാണ് അവൾ പറഞ്ഞത്. ഭോഷനായ ധനാഢ്യൻ, അവൻ്റെ സമൃദ്ധിയിലെ അവൻ അഹങ്കരിച്ചു. അവൻ്റെ വയൽപ്പുരകൾ അവൻ വലുതാക്കി പണിതു, അറപ്പുരകൾ ബാഹുല്യം ചെയ്തു, അതിലെല്ലാം വിളവും ശേഖരിച്ചു. അവൻ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അഹന്തയോടുകൂടെ വിളിച്ചു പറഞ്ഞു, ഇനി എനിക്ക് ആരെ പേടിക്കണം?
ഞാൻ എല്ലാം അറപ്പുരകളിൽ ശേഖരിച്ചിരിക്കുന്നു, അനേക വർഷത്തേക്കുള്ളതുണ്ട്. തിന്ന് കുടിച്ച് ആനന്ദിച്ച് സന്തോഷമായിട്ട് ഞാൻ ജീവിക്കും. ഈ കഥ വായിച്ചു കേട്ടിട്ട് ഈ പാവപ്പെട്ട സ്ത്രീ പറഞ്ഞു, ചേട്ടാ, ഈ കഥയിലെ ധനാഢ്യനായ ഭോഷൻ ചേട്ടനാണെന്നാണ് കർത്താവ് പറയുന്നത്. ഇദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കുകൾ എന്താണെന്നറിയാമോ? എൻ്റെ കയ്യിൽ തോക്കുണ്ടെങ്കിൽ ഞാൻ ആ പെണ്ണിനെ വെടിവെച്ച് കൊന്നേനെ. എനിക്ക് അത്ര ദേഷ്യം തോന്നി, അത്ര അരോചകമായിട്ട് തോന്നി. ഈ കൗൺസില് ചെയ്യുന്ന പെണ്ണിന് ഒരു വിവരവും ഇല്ല. അവൾ എന്നെ പരിഹസിക്കുകയാണ്. കണ്ണടച്ച് തുറന്ന് വായ തോന്നി വിളിച്ചു പറഞ്ഞാൽ അത് കൗൺസിലിംഗ് ആകും. അവളെ കുറ്റപ്പെടുത്തി അയാൾ കൗൺസിലിംഗ് വേണ്ടെന്ന് പറഞ്ഞ് എഴുന്നേറ്റു. ഭാര്യയും ഭർത്താവും ധ്യാനം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ, ആ സ്ത്രീ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നുന്നേ, നമുക്ക് പ്രധാന ധ്യാനഗുരുവിനെ ഒന്ന് കണ്ട് അനുഗ്രഹം ചോദിച്ച് പ്രാർത്ഥിക്കാം. ധ്യാനഗുരുവിനെ കാണാൻ അദ്ദേഹം ചെന്നു. ധ്യാനഗുരുവിൻ്റെ മുൻപിലെ അദ്ദേഹം തൊഴുകൈകളോടെ അദ്ദേഹത്തിൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ പറഞ്ഞു. ധ്യാനഗുരു വചനഭാഗം തുറന്ന് വായിച്ചപ്പോൾ വീണ്ടും ഈ പാവപ്പെട്ട സ്ത്രീക്ക് കിട്ടിയ അതേ ഭാഗം തന്നെ കിട്ടുകയാണ്. അത് വായിച്ചിട്ട് മുഖ്യ ധ്യാനഗുരു അദ്ദേഹത്തോട് ചോദിച്ചു, ചേട്ടാ, ഈ കഥയിലെ ഭോഷനായ ധനാഢ്യൻ ചേട്ടനാണോ? ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ദൈവം എന്നെ സ്പർശിച്ചു. ദൈവം എനിക്ക് ഇന്ന് കാഴ്ചപ്പാട് തന്നു. അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ മാനസാന്തരം ആരംഭിക്കുന്നത്. ഇന്ന് ഈ മനുഷ്യൻ വളരെ പരോപകാരം ചെയ്യുന്ന ഔദാര്യനിധിയ നാട്ടിലെ ഏറ്റവും നല്ല സമ്പ്രദായക്കാരനാണ്. അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ സ്വത്തുവകകൾക്കൊക്കെ പിറകിൽ തമ്പുരാൻ്റെ സാന്നിധ്യം ഉണ്ടെന്ന്. കാഴ്ചയിൽ നിന്ന് കാഴ്ചപ്പാടിലേക്കുള്ള വളർച്ച, കാഴ്ചയിൽ നിന്ന് ജീവിതത്തിൻ്റെ പരിവർത്തനത്തിലേക്കുള്ള വളർച്ച. ദൈവം പലപ്പോഴും കാഴ്ചയിൽ ഒതുങ്ങുന്ന ഒരു ദുരന്തമാണ് വിശ്വാസ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. നമ്മൾ പള്ളിയിൽ പോകുന്നു, നമ്മൾ ധാരാളം പ്രാർത്ഥിക്കുന്നു, നമ്മൾ ധാരാളം ഭക്താനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു, നൊവേനകൾ, അനുഷ്ഠാനക്രമങ്ങൾ എല്ലാം നമ്മൾ ചെയ്യുന്നു. നമ്മുടെ വിശ്വാസം കാഴ്ചയിൽ ഒതുങ്ങുന്നു. ബർത്തേമൂസ് കർത്താവിനോട് പറഞ്ഞു, എനിക്ക് വീണ്ടും കാണണം, കണ്ടത് തന്നെ വീണ്ടും വീണ്ടും കാണണം. കാരണം എന്താണെന്നറിയാമോ? കാണുന്നതിൻ്റെ പിറകിലെ കർത്താവിൻ്റെ കരം നിങ്ങൾ കാണണം, കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങൾ കാണണം. അപ്പോഴാണ് ഞാനും നിങ്ങളും വിശ്വാസത്തിൻ്റെ വളർച്ച അനുഭവിക്കുന്നത്. പലപ്പോഴും വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരാത്ത ദൈവത്തിൻ്റെ ഒരു കരസ്പർശമാണ്. നമുക്കറിയാം നമ്മുടെ തലച്ചോറിൽ അതുണ്ട്, പക്ഷെ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ കരം കടന്നു വരണം. ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ചുറ്റുമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. വിശ്വാസം എന്ന് പറയുന്നത് കാഴ്ചയിൽ നിന്ന് കാഴ്ചപ്പാടിലേക്കുള്ള ഒരു തീർത്ഥാടനമാണ്. ടു സീ ജീസസ് മോർ ക്ലിയർലി. ഞാനും നിങ്ങളൊക്കെ വെച്ചനുഭവിക്കുന്ന എല്ലാ സ്വത്തുവകകളുടെ പിറകിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ മസ്തിഷ്കം, എൻ്റെ ബുദ്ധിശക്തിയാണ്. അതിൻ്റെ പിറകിൽ തമ്പുരാനുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് ഡോക്ടർമാർ വളരെ സ്വാർത്ഥതയോടുകൂടെ പെരുമാറുന്നത്. എൻ്റെ ബുദ്ധി ഉപയോഗിച്ച്, എൻ്റെ പണം ഉപയോഗിച്ച് ഞാൻ ഡിഗ്രി എടുത്തു, ഇനി എൻ്റെ ഡിഗ്രി ഉപയോഗിച്ച് ആളുകളെ ചികിത്സിക്കുന്നിടത്തൊക്കെ പണം ചോദിച്ചു വാങ്ങുന്ന ഒരു പ്രകൃതി. എൻ്റെ ബുദ്ധി ഞാൻ വിറ്റ് കാശാക്കുന്ന ഒരു സ്വഭാവം. തീർച്ചയായിട്ടും നിങ്ങളുടെ അധ്വാനം നിങ്ങൾക്ക് അനുഗ്രഹമാകണം. കർത്താവ് തീർച്ചയായിട്ടും അത് നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നീ നിൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അധ്വാനിച്ച് നീ ഭക്ഷണം കഴിക്കണം. പക്ഷെ ഓർമ്മിക്കുക, കർത്താവ് നിനക്ക് നൽകുന്ന കൃപ, ആ കൃപയ്ക്ക് പിറകിലെ കർത്താവിൻ്റെ ഒരു കരമുണ്ട്. ആ കരം നീ ചേർത്ത് പിടിക്കുമ്പോഴാണ് വിശ്വാസം കാഴ്ചയിൽ നിന്ന് കാഴ്ചപ്പാടിലേക്ക് എത്തുന്നത്. ടു സീ ജീസസ് മോർ ക്ലിയർലി. അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ടാകുക, ടു ഫോളോ ജീസസ് മോർ നിയർലി, ടു ലവ് ജീസസ് മോർ ഡിയർലി. കർത്താവിനെ സ്നേഹിക്കാൻ, കർത്താവിനെ കൂടുതൽ അടുത്ത് അനുഗമിക്കാൻ നമുക്ക് കഴിയുക അപ്പോഴാണ്.
അപ്പോഴാണ് നല്ല സമറായൻ നമ്മുടെ ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽക്കുക. നമ്മിൽ നിന്ന് ഒരു പുതിയ ശൈലി, വിശ്വാസത്തിൻ്റെ ഒരു ശൈലി അത് നമുക്ക് സ്വന്തമാകുന്നത്. എൻ്റെ വചനം കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, ബാർത്തിമേയുവിൻ്റെ പ്രാർത്ഥന നമ്മുടെയൊക്കെ പ്രാർത്ഥനയാകണം. കർത്താവേ, എനിക്ക് വീണ്ടും കാണണം. കർത്താവേ, എനിക്ക് കാഴ്ചപ്പാടുണ്ടാകണം. സക്കേവൂസ് കർത്താവിൻ്റെ മുൻപിൽ നടത്തിയ പ്രാർത്ഥന, കർത്താവെ, ഞാൻ ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 തിരികെ കൊടുക്കുന്നു. ഞാൻ ആരുടെയെങ്കിലും പറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ എത്രയോ ദുരാഗ്രഹത്തോടുകൂടെ അത് പിടിച്ചു വാങ്ങിയോ, അതിനേക്കാൾ ആഗ്രഹത്തോടും ആവേശത്തോടും കൂടെ ഞാനത് തിരിച്ച് നൽകുന്നു. ഇനി ബാക്കിയുള്ളത് എന്തൊക്കെയാണോ അത് മുഴുവൻ ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. സ്നേഹമുള്ളവരെ, വിശ്വാസം കാഴ്ചപ്പാടാണ്. വിശ്വാസം ജീവിതം കൊണ്ട് ഈ കാഴ്ചപ്പാട് സാക്ഷ്യപ്പെടുത്തുന്നതാണ്. അത് പരിവർത്തനമാണ്. അത് ജീവിതത്തിൻ്റെ വലിയ മാറ്റമാണ്. അപ്പോഴാണ് കർത്താവിൻ്റെ രക്ഷയും രക്ഷയുടെ സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് സ്വന്തമാക്കുക. എന്നെ കേൾക്കുന്ന നിങ്ങളോട് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു, നമുക്ക് കർത്താവിനെ കൃത്യമായിട്ട് കാണുന്ന കർത്താവിൽ നിന്ന് കാഴ്ചപ്പാടിലേക്ക് വളരാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരു നിമിഷം കരങ്ങൾ കൂപ്പി പ്രാർത്ഥനാപൂർവം കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കാം. കർത്താവായ ദൈവമേ, ജെറിക്കോയിലേക്കുള്ള യാത്രാമധ്യേ വഴിയോരത്ത് ഭിക്ഷ യാചിച്ചിരുന്ന ബാർത്തിമേയുവിനെ പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാവീദിൻ്റെ പുത്ര യേശുവേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ, ഞങ്ങളുടെ അലിവ് തോന്നണമേ, ഞങ്ങൾക്ക് വീണ്ടും കാണാനുള്ള കൃപ നൽകണേ. ബാർത്തിമേയുസ് തൻ്റെ മേലങ്കി വലിച്ച് ഊരി ദൂരത്തേക്ക് എറിഞ്ഞ് നിൻ്റെ സവിധത്തേക്ക് ഓടിയതുപോലെ കർത്താവേ, നിൻ്റെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണേ. കർത്താവേ, നിന്നെ കാണാൻ ആഗ്രഹിച്ച് സിക്കമൂർ മരത്തിൻ്റെ ഉച്ചിയിൽ കയറിയിരുന്ന് നിന്നെ നോക്കിയിരുന്ന സക്കേവൂസ് നീ താഴോട്ട് വലിച്ചിറക്കിയല്ലോ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ സ്വാർത്ഥതയുടെ സിക്കമൂർ മരത്തിൽ നിന്ന് താഴോട്ട് വലിച്ചിറക്കണേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾക്ക് പിറകിൽ, ഞങ്ങൾ വെച്ചനുഭവിക്കുന്ന സൗകര്യങ്ങൾക്ക് പിറകിൽ, ഞങ്ങളുടെ സമ്പത്തിൻ്റെ പിറകിൽ, ഞങ്ങളുടെ ആരോഗ്യത്തിൻ്റെയും ബുദ്ധിയുടെയൊക്കെ പിറകിൽ നിൻ്റെ കരുണയും നിൻ്റെ കൃപയും ഉണ്ടെന്ന് കാണാൻ ഞങ്ങളുടെ കണ്ണുകൾക്ക് വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാട് നൽകണേ. ഞങ്ങളുടെ തെറ്റായ വഴികൾ തിരുത്താനുള്ള മനസ്സിൻ്റെ ബലം ഞങ്ങൾക്ക് നൽകണേ. പറ്റിച്ചെടുത്തത് 4 കൊടുക്കാൻ, ഞങ്ങൾക്ക് ബാക്കി സമൃദ്ധിയിൽ അവശേഷിച്ചിട്ടുള്ളത് പാവങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണ കർത്താവേ. സ്വാർത്ഥതയുടെ ആവരണം ഉരിഞ്ഞു മാറ്റി, പഴയ മനുഷ്യൻ്റെ വൃത്തികേടുകൾ ഉരിഞ്ഞു മാറ്റി നിന്നെ ധരിച്ച് പുതിയ മനുഷ്യരായിട്ട് ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണേ. കർത്താവ്, നിൻ്റെ ജനത്തെ അനുഗ്രഹിക്കണേ. അവിടെ മനസ്സിൻ്റെ വികാരങ്ങളിലെ നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും തീരുമാനങ്ങളെടുക്കാനുള്ള സൽബുദ്ധിയും നൽകണേ. ആമേൻ. വിശ്വാസത്തിൻ്റെ വാതിൽ. ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ, കാഴ്ചയിൽ നിന്ന് കാഴ്ചപ്പാടിലേക്കുള്ള തീർത്ഥാടനമാണ് വിശ്വാസമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പങ്കുവെച്ച ബാർത്തിമേയുവിൻ്റെ കഥയും സക്കേവൂസിൻ്റെ മാനസാന്തരമൊക്കെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് മാനസാന്തരത്തിൻ്റെ അഭിഷേകാഗ്നി ഇറങ്ങാൻ കാരണമാകട്ടെ. ഒരുപക്ഷെ ഞാൻ കേട്ട വചനങ്ങൾ നിങ്ങളുടെ മനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിനെ നമുക്ക് ഏറെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഗാനം, ഒരു ഭക്തിഗാനം പ്രാർത്ഥനാപൂർവം ഒന്നിച്ച് പ്രാർത്ഥിക്കാം.
മാറോടണയ്ക്കുന്ന സ്നേഹം, മക്കളെ അറിയുന്ന സ്നേഹം, മാപ്പ് നൽകുന്ന സ്നേഹം. കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കാൻ ഈ ഗാനം കാരണമാകട്ടെ. ഈ ശുശ്രൂഷയിൽ ഈ ഗാനം പാടുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വിതച്ച വചനത്തിൻ്റെ വിത്ത് കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ മാരിവർഷം കൊണ്ട് മാനസാന്തരത്തിൻ്റെ മുള പൊട്ടാൻ കാരണമാകട്ടെ. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ ഗാനത്തിലെ ധ്യാനപൂർവ്വം ലയിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചേർക്കുന്ന സ്നേഹം, മക്കളെ അറിയുന്ന സ്നേഹം, മാനസമലിയുന്ന സ്നേഹം, മാപ്പു നൽകിയിടും സ്നേഹം, മാറോടു ചേർക്കുന്ന സ്നേഹം, മക്കളെ അറിയുന്ന സ്നേഹം, മനസ്സമലിയുന്ന സ്നേഹം, മാപ്പു നൽകിയിടും സ്നേഹം. നന്മകൾ ചൊരിയുന്ന സ്നേഹം, നന്മയായി മാറ്റുന്ന സ്നേഹം, നൽവഴി കാട്ടിയിടും സ്നേഹം, നമ്മോടു ചേരുന്ന സ്നേഹം.